എൻ്റെ പേര് സിൽസി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ അരിമ്പൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾ എമിലിക്ക് വേണ്ടിയാണ് സാക്ഷി പറയുന്നത്. അവൾ ഈ നവംബർ 7-ാം തീയതി പനിയും ചുമയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ചെസ്റ്റ് എക്സ്റേ എടുത്തപ്പം ന്യൂമോണിയ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ 5 ദിവസം അഡ്മിറ്റ് ചെയ്ത് നെബുലൈസേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും അത് പൂർണ്ണമായിട്ട് ക്ലിയർ ആയിരുന്നില്ല. അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ വന്നാലും നെബുലൈസേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് 11-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഡിസ്ചാർജായി വീട്ടിലെത്തിയത്. അപ്പോൾ അന്നത്തെ അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു, നെബുലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ചുമയും കഫക്കെട്ടും ഈശോ പൂർണ്ണമായി സുഖപ്പെടുത്തുന്നുവെന്ന്. അപ്പോൾ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ച കുഞ്ഞിന് തന്നെയാണെന്ന്. അപ്പോൾ പിന്നെ ഡോക്ടറെ കണ്ടെടുത്ത കഴിഞ്ഞ ആഴ്ച ചെക്കപ്പിന് പോയപ്പോൾ ചെസ്റ്റ് പൂർണ്ണമായിട്ട് ക്ലിയറായി, ഇനി മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ മകൾ എവലിൻ, അവൾക്ക് 6 വയസ്സ്. അവൾ നാവ് ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജപമാലയിൽ എന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് നാവ് കടിക്കുന്ന ഒരു ശീലമുള്ള ഒരു മകളുടെ ഇത് വിടുതൽ നൽകുന്ന അനുഗ്രഹിക്കുന്നതെന്ന്. പിന്നെ എനിക്ക് ഈ 3ാമത്തെ മോളെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലെവൽ തീരെ കുറവായിരുന്നു. അപ്പോൾ അത് എൻ്റെ മമ്മി അത്ഭുത ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഒരു ഗർഭിണിയായ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ പ്രാർത്ഥന കേട്ട് ഈശോ സുഖപ്പെടുത്തുന്നു. അപ്പോൾ അടുത്ത മാസത്തെ സ്കാനിങ്ങിൽ തന്നെ ഫ്ലൂയിഡ് ലെവൽ നോർമലാവുകയും ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം.